ഹായ് സ്റ്റുഡൻസ്, ഇന്നു മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ് അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് മൊഡ്യൂൾ 1 ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററികളെ കുറിച്ചും ബാറ്ററിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് പോവാം. ഇപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബാറ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി, അതിൻ്റെ പർപ്പസ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസ്. അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഇത്രയും കാലം നമ്മൾ വാഹനങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യുന്ന ലെഡ് ആസിഡ് ബാറ്ററി, ഇപ്പോഴും കൂടുതൽ വാഹനങ്ങളിലും സാധാരണ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ലെഡ് ആസിഡ് ബാറ്ററി. അതുപോലെ ആ ബാറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, പിന്നെ ചാർജിങ് ഓഫ് ബാറ്ററി, ഡിഫക്ട്സ് ഓഫ് ബാറ്ററി, ഇങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആൾറെഡി നമ്മൾ ഇതിൻ്റെ ക്ലാസ്സൊക്കെ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റിവിഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൊഡ്യൂളിലുള്ള കോമൺ ആയിട്ട് എക്സാമിന് സാധാരണ ചോദിക്കാറുള്ള 2 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും അതുപോലെ തന്നെ 7 മാർക്ക് 8 മാർക്ക് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനും. അപ്പോൾ ഈ ഒരു ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം എന്ന സബ്ജക്റ്റിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂള്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിലില്ല. സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് എന്ന് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു ബാറ്ററി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആൾറെഡി നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ട്രിപ്പിൾ എന്ന സബ്ജക്റ്റിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ബാറ്ററിനെ കുറിച്ച് പഠിച്ചിരുന്നു. എന്താണ് സെല്ല്, എന്താണ് പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ലുകൾ കൂടിയതാണ് ബാറ്ററി. അതുപോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററിനെ കുറിച്ചുള്ള കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ഒക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിനെ ഒന്നും കൂടി വിശദമായിട്ട് ഒന്നും കൂടി ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗം ഫസ്റ്റ് ബാറ്ററി. എന്താണ് ബാറ്ററി എന്നൊന്നും എക്സാം ചോദിക്കാറില്ല. അപ്പോൾ ഇത് പക്ഷേ നിങ്ങൾ ബാറ്ററി എന്നറിയാതെ, സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാറ്ററി എന്ന് എന്താണെന്ന് അറിയാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇതൊക്കെ എന്തായാലും വായിച്ച് നോക്കണം. ഒരു വാഹനത്തിൽ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള യൂണിറ്റാണ് ബാറ്ററി. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ആവശ്യമുള്ള സമയത്ത് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് എൻജിൻ സ്റ്റാർട്ടാവുന്നതിന് മുന്നേ. എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനറേറ്റർ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്റ്റാർട്ടിങ് മോട്ടോറിലേക്ക് കറണ്ട് വേണം. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഹോൺ വർക്ക് ചെയ്യണമെങ്കിലോ മറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യണമെങ്കിൽ, ഇനി SI എൻജിൻസ് ആണെങ്കിലും, ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള എല്ലാ എൻജിൻസിനും ECU വെച്ച്, ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ വെച്ചിട്ട് ആണ് മൊത്തം വാഹനത്തിൻ്റെ എല്ലാ സിസ്റ്റവും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കറണ്ട് കിട്ടണമെങ്കിൽ, അതുപോലെ ഡിഫറെൻറ്റ് സെൻസേഴ്സിലേക്ക് കറണ്ട് കൊടുക്കണമെങ്കിൽ എല്ലാ ഡിവൈസിലേക്കും എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ജനറേറ്റർ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ വാഹനത്തിലെ എല്ലാ ഡിവൈസിലേക്കും കറണ്ട് കൊടുക്കുന്നത് ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒന്നോ അതിലധികമോ സെല്ലുകൾ, ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഡിവൈസാണ്. അത് ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ആവശ്യമുണ്ടാകുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യും. കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. തിരിച്ച് റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി തിരിച്ച് കെമിക്കൽ എനർജി ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതൊരു പവർ സോഴ്സാണ്. ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സാണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ.
ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ സെല്ലുകൾ, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലുകളുണ്ട് ബാറ്ററിയിൽ തന്നെ. പ്രൈമറി സെല്ല് നമുക്കറിയാം, വൺസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കും, അത് റീചാർജ് ചെയ്യാൻ പറ്റില്ല, കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ അല്ലാത്തതാണ്. എന്നാൽ സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞാൽ, സെക്കൻഡറി ബാറ്ററികൾ എന്ന് പറഞ്ഞാൽ വൺസ് അത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്കത് ചാർജ് ചെയ്ത് വീണ്ടും ഇങ്ങനെ സൈക്ലിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനത്തെ ബാറ്ററീസാണ് നമ്മൾ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത്, സെക്കൻഡറി സെൽ. ഇതൊക്കെ നമ്മൾ ആൾറെഡി ക്ലാസ് എടുത്തതാണ്. അപ്പോൾ എന്താണ് ബാറ്ററി എന്നൊന്നും എക്സാമിന് ചോദിക്കില്ല, പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കി, ബേസിക് കാര്യങ്ങൾ മനസ്സിലായാൽ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ബാറ്ററിയിലേക്ക് പോവാം. വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് നമുക്ക് ആവശ്യമുള്ളത്. മറ്റു ബാറ്ററിയെ കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം എന്ന സബ്ജക്റ്റാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി ഡിഫറെൻറ്റ് ടൈപ്സ്, ഇതൊക്കെ നമ്മൾ ആൾറെഡി ക്ലാസ് എടുത്താണ്. അപ്പോൾ മെയിനായിട്ടുള്ളത് ലെഡ് ആസിഡ് ടൈപ്പും ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററീസാണ്. പിന്നെ സിങ്ക് എയർ ബാറ്ററി ഉണ്ട്, നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററീസ് ഉണ്ട്, ലിഥിയം അയൺ ബാറ്ററീസ് ഉണ്ട്. ഇത്രയും കാലം നമ്മളെ നാട്ടിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കൂടുതൽ കാണുന്നത്, എല്ലാ വാഹനങ്ങളും കാണുന്നത് ലെഡ് ആസിഡ് ബാറ്ററീസാണ്. എന്നാൽ ഇപ്പോൾ ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററീസും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോൾ കാണുന്ന മോഡേൺ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, IC എഞ്ചിൻ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളല്ല, ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത് കൂടുതൽ ലിഥിയം അയൺ ബാറ്ററീസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ലിഥിയം പോളിമർ ബാറ്ററീസ്, ലിഥിയം അയൺ ബാറ്ററീസ് ഒക്കെയാണ്. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത് കോമൺ ആയിട്ട് IC എഞ്ചിൻസ് യൂസ് ചെയ്ത് ഓടുന്ന വാഹനങ്ങളിൽ ഉള്ള ബാറ്ററി അഥവാ ലെഡ് ആസിഡ് ബാറ്ററി, അതുപോലെ ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററി, ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ബാറ്ററി ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാം. 2 മാർക്കിനൊക്കെ അപൂർവമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലെഡ് ആസിഡ് ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ആൾറെഡി പഠിച്ചതാണ്. ഇനി വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലെഡ് ആസിഡ് ബാറ്ററി, നിങ്ങൾ അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗ് പറയുന്ന സമയത്ത് ഏതൊരു ബാറ്ററിക്കും ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും ഉണ്ടാവും. ഇതിൽ ആനോഡ് എന്താണ് O2 അഥവാ ലെഡ് പെറോക്സൈഡ് ആണ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ PB അല്ലെങ്കിൽ ലെഡ് ആണ്. അതാണ് നിങ്ങൾ ബേസിക്കായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ആനോഡ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡ് PbO2, കാഥോഡ് എന്ന് പറയുന്നത് ലെഡ് സ്പോഞ്ചി ലെഡ് അല്ലെങ്കിൽ സിംപ്ലി ലെഡ്. ഓക്കെ, ഇതിലുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് H2SO4 അല്ലെങ്കിൽ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ കറക്റ്റ് പറയാൻ ബാറ്ററി ഗ്രേഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയാം. ഡയല്യൂട്ട് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് അല്ല എന്നേ ഉള്ളൂ. ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒന്നുകൂടി ആക്യുറേറ്റ് പറയുകയാണെങ്കിൽ ബാറ്ററി ഗ്രേഡ് എന്ന് പറയാൻ കാരണം ആ ബാറ്ററിക്ക് ആവശ്യമായുള്ള രീതിയിലുള്ള ഗ്രേഡ്, അത്രയും കോൺസെൻട്രേഷൻ ഉള്ള അല്ലെങ്കിൽ അത്ര ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി നമ്മൾ ആൾറെഡി ക്ലാസ് എടുത്തതാണ്. ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് അങ്ങനെ അപൂർവമായിട്ട് എക്സാമിൽ ചോദിക്കാറുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ സെമസ്റ്ററിൽ കഴിഞ്ഞ സെമസ്റ്ററിലെ ട്രിപ്പിളിയിൽ നമ്മൾ എക്സാം എഴുതിയതാണ്. അതിലൊക്കെയാണ് കൂടുതലും വർക്കിംഗ് ചോദിക്കാറുള്ളത്. ഇതിൽ കൂടുതലും കൺസ്ട്രക്ഷൻ ചോദിക്കാറുണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 80% ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോവിഡ് കണക്കിന് എടുത്ത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്കറിയാം 3 മൊഡ്യൂളാണ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു കോവിഡ് സാഹചര്യത്തിൽ 3 മൊഡ്യൂൾ പഠിച്ചാൽ മതി. 3 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 75 മാർക്കിനാണ് ഫുൾ മാർക്കും അറ്റൻഡ് ചെയ്യാൻ, ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും, അഥവാ 75 മാർക്കിനുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 3 മൊഡ്യൂൾ, 4 മൊഡ്യൂളിൽ ഏതെങ്കിലും 3 മൊഡ്യൂൾ പഠിച്ചാൽ മതി. അപ്പോൾ ആ മൊഡ്യൂൾ പ്രിഫറൻസ് നിങ്ങൾ നോക്കുമ്പോൾ, ഒന്നാമത്തെ മൊഡ്യൂൾ ബാറ്ററീൻ്റെ മൊഡ്യൂൾ ഏറ്റവും സിമ്പിൾ മൊഡ്യൂളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും പഠിക്കേണ്ട മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല, കാരണം ഏറ്റവും സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. പിന്നെ നമുക്ക് 3rd മൊഡ്യൂൾ, 4th മൊഡ്യൂളും 2nd മൊഡ്യൂളും ഉണ്ട്. ആ ഒരു ഓർഡറിലാണ് നിങ്ങൾ പഠിക്കാൻ നല്ലത്. ഫസ്റ്റ് മൊഡ്യൂൾ ഏറ്റവും സിമ്പിൾ മൊഡ്യൂളാണ്. പിന്നെ നിങ്ങൾ 2, 3, 4 മൊഡ്യൂളിൽ 3ാമത്തെ മൊഡ്യൂള് നെക്സ്റ്റ്
ഇതിൽ നെക്സ്റ്റ് അടുത്ത എളുപ്പമുള്ള മൊഡ്യൂൾ എന്ന് പറയുകയാണെങ്കിൽ 3ാമത്തെ മൊഡ്യൂളാവും. അത് കഴിഞ്ഞാൽ പിന്നെ 4th മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 2 മൊഡ്യൂൾ എന്തായാലും നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് പാസ്സാകാൻ പറ്റും. 3ാമത്തെ ഒരു മൊഡ്യൂളും കൂടി വൃത്തിയായി പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓവർ ക്വസ്റ്റ്യൻ ഓപ്ഷനൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് 4 മൊഡ്യൂളിൽ എന്ത് ചെയ്യുക, 4 മൊഡ്യൂളും ജസ്റ്റ് 4ാമത്തെ നിങ്ങൾ പഠിക്കുന്ന മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ജസ്റ്റ് ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി. ഇനി ജസ്റ്റ് പാസ്സാണ് ഒക്കെപ്പാട് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളവരാണെങ്കിൽ 2 മൊഡ്യൂൾ വൃത്തിയായി പഠിക്കുക. അപ്പോഴും നിങ്ങൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ എന്തായാലും പഠിക്കണം. പിന്നെ നിങ്ങൾ 4ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ മൊഡ്യൂളും നിർബന്ധമായിട്ട് വൃത്തിയിൽ പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ എന്ത് ചെയ്യുക, ഈ 3-4 മൊഡ്യൂൾ തന്നെ ഒന്ന് പ്രിഫർ ചെയ്യുക. 2ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വാസ്റ്റാണ്, കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. 2ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം ലാസ്റ്റ് എന്ത് ചെയ്യുക, എക്സാമിൻ്റെ അടുപ്പിച്ച് ജസ്റ്റ് വായിച്ച് നോക്കുക. വൃത്തിയായിട്ട് 3 മൊഡ്യൂൾ നിങ്ങൾ ഷുവറായിട്ടും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക. പിന്നെ 2ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ച് നോക്കണം, അതിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നോക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മാക്സിമം മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഈ കൺസ്ട്രക്ഷൻ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി ഒരു 80% ഒക്കെ ചോദിച്ച് കണ്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ നമുക്ക് ഓവർ ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഈ ഒരു മൊഡ്യൂൾ വൃത്തിയായി പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും പഠിക്കണം. കൺസ്ട്രക്ഷൻ ഓഫ് ബാറ്ററി എന്താ, ബാറ്ററിയിൽ എന്തൊക്കെയാണ് അതിലുള്ളത്, കൺസ്ട്രക്ഷൻ ഭാഗങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആകുമ്പോൾ അതിൻ്റെ തറ, അതുപോലെ വാള്, അതുപോലെ തന്നെ റൂഫ്, ഇതുപോലെ ഒരു ബാറ്ററിൻ്റെ കൺസ്ട്രക്ഷനിൽ എന്തൊക്കെയാണ് നമുക്ക് പറയാം, അതിൻ്റെ കണ്ടെയ്നർ കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, സെപ്പറേറ്റർ, ഇലക്ട്രോലൈറ്റ്, സെൽ കവേഴ്സ് ആൻഡ് പ്ലഗ്സ്, സെൽ കണക്റ്റേഴ്സ്, ബാറ്ററി ടെർമിനൽ. അപ്പോൾ ഈ ഓരോന്നും എന്തിനാണ്, അതിൻ്റെ പർപ്പസ്, അതിൻ്റെ വർക്ക് എന്താണ്, കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് 1-2 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സാധാരണ നിങ്ങൾ ചോദിക്കാറുള്ളത് 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് എൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ ഓരോ പാർട്സുകളും അതുപോലെ തന്നെ അതിൻ്റെ പർപ്പസ്, അതിനെക്കുറിച്ചുള്ള ഒരു 2 പോയിൻറ്റ്സ് എന്തായാലും പഠിച്ചു വെക്കണം. ഇത് നമുക്ക് ഒരു എക്സാമിന് വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കൺസ്ട്രക്ഷൻ ഓഫ് ബാറ്ററി. ഓക്കെ, ഈ ഒരു മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ ക്ലാസ് എടുത്തതാണ്. ഇനി കൂടുതൽ ക്ലാസ് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ ആൾറെഡി നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ആണ് പറയാനുള്ളത്. വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിൻ്റെ വർക്കിങ്ങിൽ 2 ഭാഗമുള്ളത്, ഒന്ന് ചാർജിങ്, ഒന്ന് ഡിസ്ചാർജിങ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ്റെ അത്ര എക്സാം ചോദിച്ചു കണ്ടിട്ടില്ലെങ്കിലും ചില സമയങ്ങളിൽ വർക്കിങ്ങും ചോദിക്കാറുണ്ട്. വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടല്ല ചോദിക്കുക, കൂടുതൽ ചോദിക്കാറുള്ളത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ചെയ്യുന്ന സമയത്തുള്ള കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് സെൽ അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററീൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും, അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ക്ലാസ് ആൾറെഡി നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ആദ്യത്തിൽ നമ്മൾ ക്ലാസ് എടുത്തതാണ്, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ പിന്നെ ഓഫ്ലൈനായിട്ട് കോളേജ് വെച്ചിട്ടാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവിഷൻ പറയുന്ന സമയത്ത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മൾ ആൾറെഡി ക്ലാസ് എടുത്തതാണ്, കഴിഞ്ഞ സെമസ്റ്ററിലും എടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബ് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് സെല്ല്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള കെമിക്കൽ റിയാക്ഷൻ. ദിസ് ബേസിക് ആയിട്ടുള്ളത് ഒരു ഫുൾ ചാർജ്ഡ് ബാറ്ററിൻ്റെ കേസിൽ ആനോഡ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡും കാഥോഡ് ലെഡും ആയിരിക്കും. ഇത് ഡിസ്ചാർജ് ആകുമ്പോൾ അതിന് കറണ്ട് പുറത്തേക്ക് നൽകുന്ന സമയം, ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ലോഡിലേക്ക് നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുക. ആ സമയത്ത് ഉള്ള കെമിക്കൽ റിയാക്ഷൻ, അങ്ങനെ ഫുൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആനോഡും കാഥോഡും ആയി മാറുന്നത് ലെഡ് സൾഫേറ്റ് ആണ്. അതിനൊക്കെ വിശദമായ ക്ലാസ് നമ്മൾ ആൾറെഡി എടുത്തതാണ്, അപ്പോൾ അത് പോയി കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെ ചാർജിങ് സമയത്ത്, ചാർജിങ് എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ അങ്ങോട്ട് കറണ്ട് കൊടുക്കുക. അപ്പോൾ അത് ഫുൾ ഡിസ്ചാർജ് ആയിട്ടുള്ള ബാറ്ററിൻ്റെ കേസിൽ ആനോഡും കാഥോഡും PbSO4 ആയിരിക്കും, ലെഡ് സൾഫേറ്റ് ആയിരിക്കും.
അത് തിരിച്ച് നമ്മൾ ആനോഡ് കാഥോഡും PbO2 PB ആയിട്ട് മാറും, അതുപോലെ ലെഡ് പെറോക്സൈഡും ലെഡും ആയിട്ട് മാറുകയും ചെയ്യാം തിരിച്ച് നമ്മൾ അങ്ങോട്ട് കറണ്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഉള്ള കെമിക്കൽ റിയാക്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാർജിങ്ങും ഡിസ്ചാർജിങ് ചെയ്യുന്ന സമയത്തുള്ള കെമിക്കൽ റിയാക്ഷൻ, അതുപോലെ ചാർജിങ് ഡിസ്ചാർജിങ് സമയത്ത് വർക്കിംഗ്, അത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചോദിക്കുകയാണെങ്കിൽ ഒരു 6 മാർക്കോ അല്ലെങ്കിൽ 7 മാർക്കോ അല്ലെങ്കിൽ അപൂർവമായിട്ടൊക്കെ 8 മാർക്കും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും 7 മാർക്ക് 8 മാർക്കിനൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ചില സമയത്ത് എന്താണ് വർക്കിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കും, അല്ലെങ്കിൽ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ചെയ്യുന്ന സമയത്തുള്ള കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ മുഴുവനായിട്ട് പഠിക്കണം എന്ന് പറയാൻ കാരണം ഇതിൽ കൂടുതൽ ടോപ്പിക്സ് ഒന്നുമില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് തന്നെ ഉള്ളൂ. അത്ര കൂടുതൽ റിസ്ക് എടുത്ത് പഠിക്കാനൊന്നുമില്ല, കാണാൻ പഠിക്കാനൊന്നുമില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിന്ന് കാര്യമായിട്ട് ഒന്നും ഒഴിവാക്കാനില്ല. പക്ഷേ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഓരോന്ന് പഠിക്കേണ്ട രീതി, കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ, അതൊക്കെയാണ് ഞാൻ വിശദീകരിക്കുന്നത്. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലെഡ് ആസിഡ് സെൽ, ഇത് ചിലപ്പോൾ 2 മാർക്കിനായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2 മാർക്കിന് അപൂർവമൊക്കെ ആയിട്ട് ചിലപ്പോൾ 6 മാർക്കിനൊക്കെ ചോദിക്കാം, കൂടുതലും 2 മാർക്കിനാണ് കണ്ടിട്ടുള്ളത്. ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 6 മാർക്കിനെങ്കിലും വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് വായിച്ച് വെക്കണം. ബേസിക് ആയിട്ട് ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് നിങ്ങൾക്കറിയാം. ഒന്നതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത് വെയിറ്റ് കൂടുതലാണ്, ഹെവിയാണ്. മാത്രമല്ല വെറുതെ ഇട്ട് കഴിഞ്ഞാൽ സെൽഫ് ഡിസ്ചാർജ് ആവും. പിന്നെ ഓവർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആവും. പിന്നെ വെച്ചാൽ അതുപോലെ ഓവർ കറണ്ട് റേറ്റിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, വളരെ കൂടുതൽ കറണ്ട് റേറ്റിൽ അത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഡാമേജ് ആവും. നമ്മളൊരു ഹൈ കറണ്ട് റേറ്റിലൊക്കെ നമ്മൾ സെർട്ടൻ കറണ്ട് റേറ്റിൽ, കൂടുതൽ കറണ്ട് റേറ്റിൽ, ഇപ്പോൾ നമ്മൾ ഒരു ബാറ്ററിക്ക് താങ്ങാവുന്നതിലപ്പുറം കറണ്ട് വലിക്കുന്ന ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൈ കറണ്ട് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡാമേജ് ആകും എന്നാണ് പറയുന്നത്. പിന്നെ വളരെ ലോ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യില്ല, ബാറ്ററി വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഈ ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് അത് സൾഫേഷൻ സംഭവിക്കും. എന്താണ് സൾഫേഷൻ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നെക്സ്റ്റ് ഡിഫക്ട്സ് ഓഫ് ബാറ്ററിയിൽ പറയുന്നുണ്ട്. അഥവാ നമ്മൾ ഫുൾ ഡിസ്ചാർജായി ബാറ്ററി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, കുറേ കാലം കൊണ്ട് കുറച്ച് കാലമൊക്കെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഡിസ്ചാർജ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലെഡ് സൾഫേറ്റ് അത് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്ത് തിരിച്ച് റീകൺവേർഷൻ നടക്കാതെ പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആവും. അതാണ് സൾഫേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലെഡ് ആസിഡ് സെൽ ഉണ്ട്. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററിയാണ്. അപ്പോൾ ഈ ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററീനെ കുറിച്ച് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഈ ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററിയിൽ ആദ്യം പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, സാധാരണ ടൈപ്സ് ഓഫ് ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററി. ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററി 2 ടൈപ്പ്, ഏതാണ്? നിക്കൽ അയൺ ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി. ഇത് എക്സാമിന് 2 മാർക്കിന് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ചോദിക്കാറുള്ളത് ഇതിൻ്റെ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. കൺസ്ട്രക്ഷൻ ഓഫ് ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററി, അത് ചിലപ്പോൾ നിക്കൽ അയൺ ബാറ്ററി ചോദിക്കും, അല്ലെങ്കിൽ 2 കൂടെ ചോദിക്കും, നിക്കൽ കാഡ്മിയം ബാറ്ററി. ഇത് ഒരു 50% പ്രതീക്ഷിക്കാവുന്ന, വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ 50% ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എന്തായാലും ഈ മൊഡ്യൂൾ എന്തായാലും നിങ്ങൾ വൃത്തിയായി പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതും ജസ്റ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിങ്ങിൽ നമ്മൾ ഇവിടെ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലാത്തതുകൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഇത് സിലബസിൽ പറഞ്ഞിട്ട് കൂടുതൽ വിശദമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ 6 പോയിൻറ്റ്സാണ് നിങ്ങളിതിൽ പഠിക്കേണ്ടത്. അപ്പോൾ ലെഡ് ആസിഡ് സെല്ലിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. വ്യത്യാസം എന്താണ്? ഇതിവിടെ ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററിയാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഇവിടെ ആൽക്കലിയാണ്, മറ്റേ ആസിഡാണ്. പിന്നെ ഇതിൽ ആനോഡും കാഥോഡും വ്യത്യാസമുണ്ട്. ഇവിടെ 2 ടൈപ്പ് ബാറ്ററി, ഒന്ന് നിക്കൽ അയൺ ബാറ്ററി, ഒന്ന് നിക്കൽ കാഡ്മിയം ബാറ്ററി. ഇത് തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ 2ൻ്റെയും കാഥോഡിലാണ് വ്യത്യാസമുള്ളത്, 2ൻ്റെയും ആനോഡ് സെയിം ആണ്. അഥവാ പോസിറ്റീവ് പ്ലേറ്റ് അല്ലെങ്കിൽ ആനോഡ് സെയിം ആണ്, നെഗറ്റീവ് പ്ലേറ്റ് കാഥോഡ് മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ രണ്ടിലുള്ള ഇലക്ട്രോലൈറ്റ് സെയിം ആണ്. ആരാണത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് വാട്ടർ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും വെള്ളവും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്.
ഇനി ഇതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് അല്ലെങ്കിൽ ആനോഡ് എന്ന് പറയുന്നത് രണ്ടിലും എന്ന് പറയുന്നത് നിക്കൽ പെറോക്സൈഡ് അല്ലെങ്കിൽ നിക്കൽ ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ രണ്ട് ബാറ്ററിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആനോഡ് ആരാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ മെറ്റീരിയൽ ആരാണ്, എന്താണ്, നിക്കൽ പെറോക്സൈഡ് അല്ലെങ്കിൽ നിക്കൽ ഹൈഡ്രോക്സൈഡ് ആണ്. നിക്കൽ പെറോക്സൈഡ് അല്ലെങ്കിൽ നിക്കൽ ഹൈഡ്രോക്സൈഡ് എന്നും പറയാറുണ്ട്, NiO2. ഇനി നെഗറ്റീവ് പ്ലേറ്റിലാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. ഒന്നിൽ മെറ്റാലിക് അയൺ വരുന്നത് ഏതാ, നിക്കൽ അയൺ ബാറ്ററിയിൽ മെറ്റാലിക് അയൺ ആണ് നെഗറ്റീവ് പ്ലേറ്റ്. എന്നാൽ നിക്കൽ കാഡ്മിയം ബാറ്ററിയിൽ അത് കാഡ്മിയം ഓക്സൈഡാണ്, വെറും കാഡ്മിയം അല്ല, കാഡ്മിയം ഓക്സൈഡാണ് നിക്കൽ കാഡ്മിയം സെല്ലിൻ്റെ കേസിൽ നെഗറ്റീവ് പ്ലേറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. പിന്നെ ഇതിലെന്ന് വെച്ചാൽ മറ്റേ പോലെ അല്ല ഇതിൻ്റെ പ്ലേറ്റുകൾ, പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും സ്റ്റീൽ ട്യൂബിൻ്റെ അകത്താണ് ഇതിലുണ്ടാവുക. സിലിണ്ട്രിക്കൽ ഷേപ്പാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നടുക്കി വെച്ച പോലെ സ്റ്റീൽ ട്യൂബ്സ് ഇങ്ങനെ ഉള്ളോട്ട് വെച്ച പോലെ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലെഡ് ആസിഡ് സെല്ലിന് പോലെയല്ല, ഇതിൽ ആനോഡും ഇതിലുള്ള ഇലക്ട്രോലൈറ്റ് ആരാ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് വാട്ടർ. ഇതൊരിക്കലും കെമിക്കൽ റിയാക്ഷനിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, പങ്കെടുക്കുന്നില്ല. എന്നാൽ നേരത്തെ നമ്മൾ ലെഡ് ആസിഡ് സെല്ലിൻ്റെ വർക്കിംഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, അതിലെ അതിലുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡയല്യൂട്ട് H2SO4 അല്ലെങ്കിൽ ബാറ്ററി ഗ്രേഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ബാറ്ററി ഗ്രേഡ് H2SO4 ആയിരുന്നു. ഈ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ H2SO4 അത് ഡയറക്റ്റ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു അവിടെ ബാറ്ററിൻ്റെ അകത്ത് ചാർജിങ്ങും ചെയ്തിരുന്നത്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ ഡയറക്റ്റ് ഇലക്ട്രോലൈറ്റ് പങ്കെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ഇതിൽ ഈ ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററിയിൽ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ മനസ്സിലാവും, ഇവിടെ ചാർജിങ് ചെയ്യുന്ന സമയത്തും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും ഇലക്ട്രോലൈറ്റ് ആകുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും വെള്ളവും ചേർന്നിട്ടുള്ള മിശ്രിതം ഒരിക്കലും കെമിക്കൽ റിയാക്ഷനിൽ ഡയറക്റ്റ് പങ്കെടുക്കുന്നില്ല. പകരം അവിടെ അത് ഈ നിക്കൽ ഹൈഡ്രോക്സൈഡും നിക്കൽ ഹൈഡ്രോക്സൈഡും അല്ലെങ്കിൽ നിക്കൽ പെറോക്സൈഡ് എന്ന് പറയുന്ന ആനോഡും അതുപോലെ തന്നെ കാഡ്മിയം ഓക്സൈഡ് അല്ലെങ്കിൽ മെറ്റാലിക് അയണായിട്ടുള്ള കാഥോഡും, കാഡ്മിയം ഓക്സൈഡ് അല്ലെങ്കിൽ മെറ്റാലിക് അയണായിട്ടുള്ള കാഥോഡും അത് തമ്മിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ വിശദീകരിച്ച് കെമിക്കൽ റിയാക്ഷൻ ഒന്നും കൊടുക്കാത്തതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും എക്സാം ചോദിക്കാറില്ല, സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് കൂടുതൽ ഡീപ്പായിട്ട് പോകാത്തത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ലെഡ് ആസിഡ് സെല്ലിൻ്റെ കേസിലാകുമ്പോൾ ഇലക്ട്രോലൈറ്റ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ടോ തന്നെ അതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചിട്ട് നമുക്ക് ബാറ്ററിൻ്റെ ചാർജിങ് സ്റ്റേറ്റ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ചാർജിങ് സ്റ്റേറ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ ചാർജിങ് സ്റ്റേറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റിയുമായിട്ട് ഒരു അഫക്റ്റും ഇല്ല. ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് അൺഅഫക്റ്റഡ് ഡ്യൂറിങ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സമയത്ത് അവിടെ ഒരു എഫക്റ്റും ഈ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് വരുന്നില്ല. അതുകൊണ്ട് അത് സ്റ്റേറ്റ് ഓഫ് ചാർജിൻ്റെ ഇൻഡിക്കേഷൻ അല്ല എന്നുള്ളതാണ് ഈ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മാത്രം മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നിങ്ങൾ എക്സാമിൽ നിങ്ങൾ നിക്കൽ കാഡ്മിയം ബാറ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ നിക്കൽ അയൺ ബാറ്ററിനെ കുറിച്ച് കൺസ്ട്രക്ഷനും വർക്കിംഗ് ചോദിക്കുകയാണെങ്കിൽ ഇത്ര പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ മതി. അങ്ങനെ കൂടുതൽ വർക്കിംഗ് എന്നൊന്നും പറഞ്ഞ് ചോദിക്കാറില്ല. ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. സിലബസിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. പിന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലും ചോദിക്കാറുള്ളത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. നേരത്തെ ഇതും എന്തായാലും നിങ്ങൾ വായിച്ചിരിക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഓഫ് ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററി അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ മുഴുവനായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വീണ്ടും പറയാൻ കാരണം ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ വളരെ സിമ്പിളാണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്കിൻ്റെ മേലെ അതിൽ സ്കോർ ചെയ്യുക. ബാക്കി 10 മാർക്ക് കിട്ടിയ 30 മാർക്ക് ഉണ്ടായാൽ തന്നെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്തായാലും ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ വൃത്തിയായി പഠിക്കണം. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ അടുത്ത ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ്
ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററി. ഈ അഡ്വാൻറ്റേജ് പലപ്പോഴും 6 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനോ 8 മാർക്കിനോ ചോദിച്ചിട്ടുണ്ട്. കൂടുതലും 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 6 മാർക്കിന് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അഡ്വാൻറ്റേജസ് ഓഫ് ആൽക്കലൈൻ സെല്ല്. അപ്പോൾ ഓരോ അഡ്വാൻറ്റേജസും നമുക്ക് നോക്കാം. ജസ്റ്റ് എന്താണ്, ലോങ്ങർ ലൈഫ് ദാൻ ലെഡ് ആസിഡ് സെല്ല്. ലെഡ് ആസിഡ് സെല്ലിനേക്കാളും ലൈഫ് കൂടുതലാണ്. ലൈറ്റർ ദാൻ ലെഡ് ആസിഡ് സെല്ല്. ലെഡ് ആസിഡ് സെല്ലിനേക്കാളും വെയിറ്റ് കുറവാണ്. കൂടുതൽ മെക്കാനിക്കലി സ്ട്രോങ് ആണ്. ടഫ് യൂസ് ചെയ്യാൻ പറ്റും. ലെഡ് ആസിഡ് സെല്ല് നമുക്കിങ്ങനെ കൗത്തി മറിച്ചിട്ടാണ്ടോ അല്ലെങ്കിൽ കുത്തി കുലിക്കുക അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ബാറ്ററി ഇലക്ട്രോലൈറ്റ് ഒക്കെ ഒഴിഞ്ഞു പോകും, ആകെ ബാറ്ററി കംപ്ലൈൻ്റ് ആവും. അപ്പോൾ എന്നാൽ ഇത് അങ്ങനെയല്ല, ഒന്നുകൂടി മെക്കാനിക്കലി സ്ട്രോങ് ആണ്. സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതിൻ്റെ ഒരു സ്റ്റീൽ ട്യൂബ്സ് പോലെയാണ്. അതിൻ്റെ ഇത് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് രൂപത്തിലാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും വെള്ളം കൂടി ചേർന്ന മിശ്രിതം പേസ്റ്റ് രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യില്ല, ഒലിച്ചു പോകുന്ന കേസൊന്നും ഇല്ല. അല്ലെങ്കിൽ മെക്കാനിക്കലി കൂടുതൽ സ്ട്രോങ് ആണ്. ടഫ് യൂസിന് പറ്റും. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചാർജിങ് ഈസ് മസ്റ്റ് ഹയർ ദാൻ ലെഡ് ആസിഡ് സെല്ല്. പെട്ടെന്ന് എന്ത് ചെയ്യും, ചാർജ് ആവും. അതുപോലെ റേറ്റ് ഓഫ് ഡിസ്ചാർജിങ് വരില്ലോ, ചാർജിങ് പെട്ടെന്ന് കുറയില്ല, പതുക്കെ എന്ത് ചെയ്യുള്ളൂ, ഡിസ്ചാർജിങ് നടക്കുള്ളൂ. അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. വളരെ ചെറിയ ടെമ്പറേച്ചറിലും അത് വർക്ക് ചെയ്യും. ലെഡ് ആസിഡ് സെല്ല് അങ്ങനെയല്ല, വളരെ ചെറിയ ടെമ്പറേച്ചറിൽ അതിൽ ഇലക്ട്രോലൈറ്റ് ഫ്രീസ് ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല, ചെറിയ ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യും. പിന്നെ കുറേ കാലം ലോങ് പീരിയഡ് ഡിസ്ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാലും ചാർജ് ആക്കാതെ ഇട്ട് കഴിഞ്ഞാലും ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററി എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ഡാമേജ് ആവില്ല. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ്, വളരെ സിമ്പിൾ പോയിൻറ്റ്സ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് 6 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 6 മാർക്ക് 7 മാർക്കിനൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ലെഡ് ആസിഡ് സെല്ല്, ആൽക്കലൈൻ ബാറ്ററി. ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററിയുടെ ഡിസ്അഡ്വാൻറ്റേജ് ഇതുപോലത്തെ 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററി. അത് ഡിസ്അഡ്വാൻറ്റേജ് ഒന്നെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഓഫ് 1 സെൽ ഈസ് ഓൺലി 1.2 വോൾട്ട്. വോൾട്ടേജ്, ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് ഇവിടെ വളരെ കുറവാണ്. എന്നാൽ ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ എത്രയാണ്, 2.1 ആണ്. ഇവിടെ 1.2 ആണ്. ഏകദേശം പകുതിയോളം വോൾട്ടേജ് കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സെല്ല് വേണം. ഇപ്പോൾ ഒരു 12 വോൾട്ട് ബാറ്ററി കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ 12ൻ്റെ അടുത്ത് സെല്ല് വേണം, 11ൻ്റെ മേലെ സെല്ല് വേണം അല്ലേ. എന്നാൽ 6 സെല്ല് മതി ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ കേസിൽ 12 വോൾട്ട് ഉണ്ടാക്കണമെങ്കിൽ. അതാണ് ഒരു ഡിസ്അഡ്വാൻറ്റേജ്, ഇതിൻ്റെ വോൾട്ടേജ് കുറവാണ്. നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് എഫിഷ്യൻസി കുറവാണ്. നമ്മൾ എത്രത്തോളം അങ്ങോട്ട് ചാർജ് കറണ്ട് കൊടുക്കുന്നോ പിന്നെ തിരിച്ചെത്ര കിട്ടുന്നു, അത് തമ്മിലുള്ള റേഷ്യോ ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പക്ഷെ ആ എഫിഷ്യൻസി ലെഡ് ആസിഡ് സെല്ലിനേക്കാളും കുറവാണ് ആൽക്കലൈൻ സെല്ലിന്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് കുറേ എന്ത് ചെയ്യും, കറണ്ട് അങ്ങനെ ലോസായി പോകും. പിന്നെ അടുത്ത ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോസ്റ്റ് ഈസ് ഹൈ. ഇനീഷ്യൽ കോസ്റ്റ്, പുതിയത് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ വില കൂടുതലാണ് എന്നുള്ളതാണ് അടുത്ത ഡിസ്അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് എന്തായാലും 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എങ്കിലും എഴുതി വെച്ചാൽ മതി. എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്അഡ്വാൻറ്റേജ് ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു മൊഡ്യൂളിൻ്റെ റിവിഷൻ്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കപ്പാസിറ്റി ഓഫ് ബാറ്ററി, എഫിഷ്യൻസി ഓഫ് ബാറ്ററിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.